എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 20 വാക്യത്തിലെ പഠനത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമുക്കെതിരെ ശത്രുവുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ വിഷയം തടഞ്ഞു കളയാൻ പിശാചുണ്ട്. ദാനിയേലിന്റെ പ്രാർത്ഥന ദൈവം തടഞ്ഞു. പുതിയ നിയമസഭ ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ സാത്താൻ തടയുമെന്ന വേദോസ്തത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ദൂതനെ അയച്ച്, ഗബ്രിയേലിനെ അയച്ച് തടസ്സങ്ങളെ മാറ്റി സഭ മുമ്പോട്ട് പോകും. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് പുസ്തകത്തിൽ കിടപ്പ് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പം ശത്രു ഏത് സമയത്തും നമുക്ക് തടസ്സമായി നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന ശത്രുവിൻ്റെ പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളു. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പോരാട്ടമുണ്ടെന്ന്. 2, നമ്മുടെ പോരാട്ടം ജഡപ്രകാരമല്ലെന്ന്. മനുഷ്യരല്ല, സമൂഹമല്ല, ചർച്ചകളല്ല, വ്യക്തികളല്ല, സാത്താനും അവൻ്റെ സൈന്യവുമാണ് നമുക്കെതിരെയുള്ള പോരാട്ടം. അപ്പം ആ പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കുവാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം വേണം. അതാ ഇന്നത്തെ പഠന വിഷയം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. വാക്യം 6-ന്റെ നമുക്ക് 12-ാം വാക്യം തൊട്ട് വായിച്ചോ. ഹല്ലേലൂയ. അല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിലുള്ള അന്ധകാര ശക്തികളുടെ ലോകാധിപതി, അത് പിശാചും അവൻ്റെ സൈന്യവുമാണ്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന ഒരു സേനയുണ്ട്. ഇന്ത്യക്ക് സേനയുണ്ട്, ഇറാന് സേനയുണ്ട്, ഇസ്രയേലിന് സേനയുണ്ട്, എല്ലാവർക്കും സേനയുണ്ട്. അല്ല മനുഷ്യരാ. എന്നാൽ ഇവിടെ നമുക്കെതിരെ നിൽക്കുന്ന സേന ദുഷ്ടാത്മസേന. ദുഷ്ടാത്മാവിൻ്റെ പ്രവൃത്തികളാണ് നമുക്കെതിരെ നിൽക്കുന്നത്. സാത്താന്യ ശക്തികളാണ് നമുക്കെതിരെ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് വിജയം വേണമെങ്കിൽ നമ്മുടെ മാൻ പവർ കൊണ്ട് പറ്റത്തില്ല. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട് ദൈവത്തിൻ്റെ സർവായുധവർഗമെടുത്ത് ഫലകരമായി യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ട് മുറിവേറ്റ് പിൻവാങ്ങേണ്ടി വരും. ഇന്നങ്ങനെ മുറിവേറ്റ് പിൻവാങ്ങിക്കിടക്കുന്ന ഒരു വലിയ സമൂഹത്തെയാണ് ഞാൻ ആത്മാവിൽ കാണുന്നത്. വിശ്വാസികളാണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല, ഒരു മണവുമില്ല, ഒന്നുമില്ല, ഒരു വിശേഷവും. ബന്ധക്കോസ് ആരെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കാം. സാധാരണ ഞാൻ ബന്ധക്കോസുകാർ കാരം നഷ്ടപ്പെട്ട ഉപ്പ്, ബന്ധക്കോസുകാർ ആ അവസ്ഥയിൽ കിടക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സന്ദേശം വ്യക്തമായിട്ട് കേൾക്ക്. ഇസ്രയേലിനെതിരെ നിന്ന ശത്രു സൈന്യത്തെ അവരവരുടെ മാൻ പവർ വെച്ചാണ്, അവരുടെ ബുദ്ധി, ദൈവം അവർക്ക് കൊടുത്ത ബുദ്ധി ജ്ഞാനവും അവർ കണ്ടുപിടിച്ച ഉപകരണങ്ങളൊക്കെ വെച്ച് ശക്തമായിട്ട് അവരെ എതിർത്ത് തോൽപ്പിക്കുന്നു. അതുപോലെ നമുക്കെതിരെ ഒരു വലിയ ശത്രു നിലനിൽപ്പുണ്ട്. സ്വർഗരാജ്യം പ്രാപിക്കാൻ, നിത്യത പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന പിശാചിൻ്റെ ശക്തികളുണ്ട്. അതാ പറഞ്ഞ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ദൈവശക്തിയാൽ നാം നിറയപ്പെടണം. ശൗൽ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല എന്ന് പറയേണ്ടത്. നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലത്തിലേ പകർന്നിരിക്കുന്നത്. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു വന്നു. മഹാശക്തി, ഡുനാമിക് പവർ. എഫേസ്യ ലേഖനത്തിൽ അത്യന്ത ശക്തി എന്ന് പറയപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഓരോ ദിവസവും വിശ്വാസി ബലപ്പെട്ടുകൊണ്ടിരിക്കണം, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. അതാ ശൗൽ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. പ്രവൃത്തി 9 അവൻ മാനസാന്തരപ്പെടുന്നത്. ആ അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു, മേൽക്കുമേൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. വചനധ്യാനവും പ്രാർത്ഥനയുമായി ആത്മാവിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എഫേസ്യ ലേഖനത്തിലെ വാക്യമാണ്. ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി കണ്ടോ. ഈ ശക്തിയാൽ നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കണം ദിവസവും. നമ്മുടെ എതിരാളി പിശാചാണ്. നമ്മുടെ എതിരാളി IPC-കാരനും ശാരോകാരനും ചച്ചപ്പോഴുള്ള പോലെ. നമ്മളിപ്പോൾ അങ്ങനെയാ പോരാട്ടം. നമുക്കെതിരായിട്ട് നിൽക്കുന്നത് വ്യക്തികളല്ല, സഭകളല്ല, സംഘങ്ങളല്ല, രാഷ്ട്രീയക്കാരല്ല, ഒരു മാനുഷിക ടീമുകളുമല്ല, ഒരു ഗ്രൂപ്പുമല്ല. നമുക്കെതിരെ നിൽക്കുന്ന ശത്രു. ആ ശത്രുവിനോട് എതിർക്കുവാൻ
ദൈവസന്നിധിയിൽ ശക്തി ആർജിക്കാൻ കഴിയാത്ത പോയ വിശ്വാസിയാണെങ്കിൽ അവൻ പരാജയപ്പെട്ട് മുറിവേറ്റ് പിൻവാങ്ങേണ്ടി വരും. അവൻ്റെ ക്രിസ്ത്യ ജീവിതം അമ്പേ പരാജയമായി. അടുത്ത വാക്യത്തിലേക്ക് വരാം. എതിർപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. ദൈവത്തിൻ്റെ സർവായുധവർഗം ഇതാരും പഠിപ്പിക്കുന്നില്ല. സർവായുധവർഗം പോയിട്ട് ഒരു ആയുധം പോലും ഇല്ല. പ്രാർത്ഥന എന്നൊരു ആയുധം പോലും ഇല്ല. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളായ ആയുധമില്ല. പിന്നെ എങ്ങനെ ജയിക്കുന്നേ? ദൈവത്തിൻ്റെ സർവായുധവർഗം. അടുത്ത വായിക്കാം. ആദ്യത്തെ ആയുധം സത്യം. ഫസ്റ്റ് ആയുധം സത്യം. പറയുന്നത് സത്യം, ചെയ്യുന്നത് സത്യം, എല്ലാം സത്യസന്ധമായിരിക്കും. പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ വിമർശിച്ചു. രക്ഷിക്കപ്പെട്ടവന് സത്യമുണ്ടായിരിക്കണം. സത്യം കർത്താവിൻ്റെ സ്വഭാവമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവ് സത്യവാനായിരുന്നു. ആ കർത്താവിനെ പോലെ നമ്മളും സത്യവാന്മാരായിരിക്കണം. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ സത്യവാന്മാരായിരുന്നു. ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പറയാതിരിക്കും, ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ജനറൽ കൺവെൻഷൻ നടന്നതിൽ അതിൻ്റെ പന്തലിൻ്റെ 2-3 ലക്ഷം രൂപ കൊടുക്കാനുള്ള ഒരാൾ സോഷ്യൽ മീഡിയ കയറി അയാൾ ഒരു ക്ലിപ്പ് ഇട്ടിരിക്കുക. ഇന്ന പ്രസ്ഥാനക്കാർ ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരാനുണ്ട്. എന്ത് കൺവെൻഷൻ, എന്ത് പ്രാർത്ഥന, ഇതാണോ പരിപാടി? അതിൻ്റെ കൗൺസിൽ മെമ്പേഴ്സ് കാശ് അടിച്ചു മാറ്റിയിട്ട് ഇവർ കൊടുത്തില്ല. ഇവരെ ചതിച്ചു. അവർ വിടാൻ തയ്യാറായില്ല. അവർ ലോകം മുഴുവൻ എടുത്ത് പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ ഇവിടെ സത്യം? ഒരു കൺവെൻഷൻ നടത്തുന്നത് ലാഭം കൊയ്യാനാണെന്ന് ഓർക്കുമ്പോൾ എന്താ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? സത്യമില്ലല്ലോ. കൺവെൻഷൻ പന്തല് ചെയ്തവന് അതിൻ്റെ കാശ് കൃത്യമായിട്ട് കൊടുക്കുക, കസേരക്കാരുടെ കാശ് കൃത്യമായിട്ട് കൊടുക്കുക, എല്ലാവരുടെയും കാശ് കൃത്യമായിട്ട് കൊടുത്ത് എല്ലാം കൃത്യമായിട്ട് കണക്കേൽപ്പിക്കണ്ടേ? ഇതൊരു ജനറൽ കൺവെൻഷൻ നടത്തുന്നത് ചില വ്യക്തികളുടെ ധനസമ്പാദന മാർഗമായിട്ടാണ് ഇന്ന് വിശേഷിച്ചിരിക്കുന്നത്. പിന്നെ എവിടെ സത്യം? എവിടെ സുവിശേഷം? എവിടെ വചനം? അവിടെ പ്രസ്ഥാപിക്കപ്പെട്ട വചനത്തിൻ്റെ മഹത്വം എല്ലാം പോയില്ലേ? മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞവൾ കുഞ്ഞിന് ഈഖോബോദ് എന്ന് പേരിട്ടു. പെട്ടകം പിടിക്കപ്പെട്ടു. ഇസ്രയേൽ മക്കളുടെ നടുവിൽ പെട്ടകം ഉണ്ടായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് ഉണ്ടായിരുന്നു. ആ പെട്ടകം പിടിക്കപ്പെട്ടപ്പോൾ ദൈവസാന്നിധ്യം അവിടെ നടുവിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അതിൻ്റെ പിന്നിലുണ്ടായ ദുരന്തത്തെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞ് സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല. ഇസ്രയേൽ മക്കളുടെ തകർച്ചയായിരുന്നു പെട്ടകം പിടിക്കപ്പെട്ടതോടുകൂടെ. ഒരു ദൈവവൈതൽ ഒരു കള്ളത്തിൽ, ഒരു ചതിവിൽ പിടിക്കപ്പെടുമ്പോൾ ഒരു ദൈവവൈതൽ ആരാ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് ഒരു ഭക്തൻ, ഒരു ഭക്ത. അവൻ കള്ളത്തരത്തിൽ പിടിക്കപ്പെട്ടാൽ ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? അതാ നമുക്ക് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതി. സത്യം അരക്കി കെട്ടുക, പറയുന്നത് സത്യം, ചെയ്യുന്നത് സത്യം, സത്യസന്ധമായൊരു ജീവിതം. നമ്മളൊക്കെ ഒത്തിരി അസത്യമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതൊക്കെ വിട്ടു നേരും നെറിയൊക്കെ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങി. അതിൻ്റെ സന്തോഷം പ്രത്യാശ ഇന്നുമുണ്ട്. സത്യം അരക്കി കെട്ടുക, ഇതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നൊരു ചിന്ത പെട്ടെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാം. എന്താണ് ആ ചിന്ത? പൗലൂസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലൂസിൻ്റെ മുൻപിൽ വരുന്ന റോമൻ പടയാളികളെ താൻ സൂക്ഷിച്ച് വീക്ഷിച്ചു. അപ്പോൾ അവരുടെ തലയിൽ തൊപ്പിയുണ്ട്, അവരുടെ അരയ്ക്ക് ബെൽറ്റ് കെട്ടിയിട്ടുണ്ട്. ഒരു പോർക്കളത്തിൽ നിൽക്കുന്ന ഒരു പോരാളിക്ക് അവൻ്റെ അരയിൽ കെട്ടുന്ന ബെൽറ്റിന് പ്രാധാന്യമുണ്ട്. ഓടാനും ചാടാനും യുദ്ധം ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നു? ആ ശരീരത്തിന് നല്ല ഇത് തരുന്നൊരു ബലം തരുന്നതാണ് ബെൽറ്റ്. ഒരു അയഞ്ഞ ഒരു മുണ്ടും ഉടുത്ത് അല്ലെങ്കിൽ അയഞ്ഞൊരു ട്രൗസർ ഇട്ട് നിന്നാൽ എന്ത് പറ്റും? ഓടാൻ ചാടാൻ തരുന്നതെല്ലാം ഒലിഞ്ഞു പോകും.
സത്യം അരയ്ക്ക് കെട്ടി മുറുക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി പോർക്കളത്തിൽ നിൽക്കുന്നവൻ്റെ അര എപ്പോഴും കെട്ടി മുറുക്കിയിരിക്കുക. അതുപോലെ സത്യം, ആത്മീയ പോർക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു ഭക്തന് വേണ്ടുന്നത് സത്യം, സത്യസന്ധമായ ജീവിതം. അതിനിങ്ങനെ പറയാം: ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയിൽ ഉളകാവുന്ന സ്നേഹം. ഒരു നല്ല മനസ്സാക്ഷി, ഒരു സത്യമുള്ളവനുണ്ടായിരിക്കണം. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും സത്യസന്ധമായിട്ട് ഇടപെടുന്നവരായിരിക്കണം ദൈവമക്കൾ. ഇന്ന് അതൊക്കെ പോയില്ലേ? ഞാൻ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു മിക്സി, അത് എലി കടിച്ച് അതിൻ്റെ വയറെല്ലാം കട്ടായിപ്പോയി. ഒരു സഹോദരൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. അത് അവനത് വിറ്റ് പുട്ടടിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് 10, 200, 300 രൂപ കൊണ്ട് എൻ്റെ കയ്യിൽ തന്നു. 1000 രൂപയുള്ള 10,000, 4000 രൂപ വിലയുള്ള സാധനമാണ്. കാരണം പുള്ളി എതിർപ്പേര് എടുത്ത് ആ വയറൊക്കെ റെഡിയാക്കി നല്ല വിലയ്ക്ക് കൊടുത്തു. സത്യമുണ്ടോ? ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. കാരണം ചോദിച്ച് എന്തിനാ മനുഷ്യനെ ക്ഷീണിപ്പിക്കുന്നതെന്ന് കരുതി. സ്തോത്രം. അതുപോലെ ദൈവമക്കൾ സത്യസന്ധരല്ല ഇന്ന്. പിശാചിന്റെ മുമ്പാകെ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ കർത്താവ് സത്യവാനായതുപോലെ നമ്മളും സത്യവാന്മാരാകണം. സത്യസന്ധമായ ജീവിതം നയിക്കണം. ഒരു പൈസ ഒരു കാര്യത്തിൽ ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നവരായി നമ്മൾ തീരരുത്. സത്യമരയ്ക്ക് കെട്ടുക. അടുത്ത്, നീതി എന്ന കവചം ധരിച്ച്. എന്താ നീതി എന്ന കവചം? പറ. നീതി എന്ന കവചം എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യുന്നതിലൊക്കെ ഒരു നീതി. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുക നമുക്ക് ഉചിതം. കർത്താവ് ദൈവകൽപ്പന അനുസരിച്ചപ്പോൾ അത് നീതി നിവർത്തിക്കുക. ഈ പ്രമാണങ്ങൾ ഓരോന്നും അനുസരിക്കുമ്പോൾ ദൈവനീതി അനുസരിക്കുക ചെയ്യുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിക്കുമ്പോൾ അത് നീതി ചെയ്യുക. നീതി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ശുദ്ധീകരണം. ശുദ്ധീകരണത്തിൻ്റെ അന്തമാണ് നിത്യജീവൻ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ ആ പഠനം കിടപ്പുണ്ട്. നീതി ചെയ്യുക, വചനമനുസരിക്കുക, ദൈവത്തിൻ്റെ നീതിയാകുന്ന വചനം നമ്മൾ അനുസരിക്കുക. സത്യമരയ്ക്ക് കിട്ടി നീതി എന്ന കവചം. നീതിയുള്ളവരായിരിക്കണം, ദൈവനീതി ചെയ്യുന്നവരായിരിക്കണം. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ചപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി. കേട്ടോ? നീതി ചെയ്യുക, വചനമനുസരിക്കുക, ദൈവകൽപ്പന അനുസരിക്കുക, സത്യമരയ്ക്ക് കെട്ടുക, വചനമനുസരിക്കുക. അടുത്ത്, നീതി എന്ന കവചം ധരിച്ച്. അടുത്ത്, സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കി. നമ്മൾ പോകുന്നിടത്തൊക്കെ സമാധാനം ഉണ്ടായിരിക്കണം. അസമാധാനം ഉണ്ടാകാൻ പാടില്ല. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരും ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനത്തിൻ്റെ വക്താക്കളാണ് ദൈവമക്കൾ. ഒരു ദേശത്ത് പോയി സുവിശേഷം പറഞ്ഞ് സുവിശേഷ വിരോധികൾ നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്ത് അവരെ ഇളക്കി ആ ദേശം മുഴുവൻ പ്രശ്നമാക്കി അവർ രാഷ്ട്രീയമായിട്ട് ഇടപെട്ട് തല്ലാനും ഇടിക്കാനും ഉന്താനും ഒക്കെ വരുമ്പോൾ, ഹോള് പൊളിച്ചു കളയാനൊക്കെ വരുമ്പോൾ, വലിയ പ്രശ്നസങ്കീർണമായ കാര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ ചിന്തിച്ചോളണം, നമ്മൾ സമാധാനത്തിന് പകരം അവിടെ അസമാധാനമാണ് സൃഷ്ടിക്കപ്പെട്ടത്. സുവിശേഷ വിരോധികൾ നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ അവർക്കെതിരെ നമ്മൾ അതേ രീതിയിൽ എഴുന്നേറ്റാൽ നമ്മൾക്ക് എന്ത് സമാധാനമുണ്ട്? അവരിടിക്കട്ടെ, തല്ലട്ടെ, കൊല്ലട്ടെ, വെട്ടട്ടെ, അങ്ങനെയല്ലേ മരിച്ചത്? എടാ, പൗലൂസ് എങ്ങനെ മരിച്ചു? പത്രോസ് എങ്ങനെ മരിച്ചു? യോഹന്നാൻ എങ്ങനെ മരിച്ചു? യാക്കോബ് എങ്ങനെ മരിച്ചു? യൂദ എങ്ങനെ മരിച്ചു? അന്ത്രോസ് എങ്ങനെ മരിച്ചു? കർത്താവിൻ്റെ 11 ശിഷ്യന്മാരും രക്തസാക്ഷികളായില്ലേ? നമുക്ക് മരിക്കാൻ പേടിയല്ലേ? വർഷങ്ങളോളം യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന നാവ് കൊണ്ട് ശ്രീരാം വിളിച്ച ഒരു ഭക്തനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വലിയ വേദന തോന്നി. എൻ്റെ സഹോദരാ, നീ കർത്താവിന് മഹത്വം കൊടുത്ത് നീ മരിച്ചങ്ങ് വിശ്രാമസ്ഥലത്ത് പോയാൽ പോലെ, നീ എന്ത് ശുശ്രൂഷ ചെയ്യാനായിരിക്കുന്നു? ആർക്ക് വേണം നിൻ്റെ ശുശ്രൂഷ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സത്യമരയ്ക്ക് കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, സമാധാന സുവിശേഷം കാലിൽ ചെരുപ്പാക്കുക. നാം എവിടെ പോയാലും സമാധാനത്തിൻ്റെ വക്താക്കളാകണം. ഒരു പ്രശ്നം ഉണ്ടാക്കുന്നിടത്ത് ആ പ്രശ്നത്തിൽ എണ്ണ കോഴി ഒഴിക്കുകയല്ല ചെയ്യുന്നത്, അവിടെ സമാധാനം കൊണ്ടുവരണം. സമാധാനത്തിൻ്റെ പുത്രന്മാരായി മാറണം. ഒന്നാമത് നമുക്ക് സമാധാനം ഉണ്ടാകണം.
സമാധാന സുവിശേഷം, കാലി ചെരുപ്പ് സുവിശേഷം പറയാൻ എവിടെ പോയാലും അവിടെ എല്ലാം സമാധാനത്തിൻ്റെ വക്താക്കളായി നമ്മൾ തീരണം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരുന്നൊരു ചരിത്രം പറയാം. ഒരു ദേശത്ത് പോയി 3-4 സഹോദരന്മാർ സുവിശേഷം പറയാനായിട്ട് പോയി. അവിടെയുള്ള CTTU തൊഴിലാളികൾ, നീല ഡ്രസ്സൊക്കെ ഇട്ട തൊഴിലാളികൾ ഒരു 5-8 പേര് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കണ്ട. സഹോദരന്മാർ പറയാം, എന്തുകൊണ്ട് പ്രസംഗിച്ചുകൂടാ? ഇത് ഭാരതമാണ്, എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ്. ഇവിടെ എന്തുകൊണ്ട് പ്രസംഗിച്ചുകൂടാ? വഴക്കിടുക അവരോട്. കർത്താവിന് ശിഷ്യന്മാരെന്ത് ചെയ്ത്? ഇവിടെ പ്രസംഗിക്കുന്ന പോലെ പൊടിയും തൊട്ടിക്കളഞ്ഞെന്നാൽ വേണ്ട, ഞങ്ങൾ പോകാൻ പറഞ്ഞ അടുത്ത പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ഇവിടെ നമ്മളോ? കാരണം നമുക്ക് കുറെ പഠിപ്പ് കൂടിപ്പോയി. പത്രോസിനെ കുറിച്ച്, യോഹന്നാനെ കുറിച്ച്, യാക്കോബിനെ, ഇത് പഠിപ്പില്ലാത്തൊരു സാമാന്യ മനുഷ്യരെന്നറിയാൻ ആശ്ചര്യപ്പെട്ടു. അവളുടെ ധൈര്യം കണ്ട് ആശ്ചര്യപ്പെട്ടു. ഇപ്പം നമുക്ക് പഠിപ്പ് കൂടിപ്പോയി. സഹോദരന്മാരെല്ലാം BTH MTH അതുപോലെ വലിയ വലിയ ഡിഗ്രികളൊക്കെ എടുത്ത മാസന്മാരാണ്. അവർക്കങ്ങ് താഴാൻ പറ്റുമോ? അവരുടെ ഡിഗ്രിയിലങ്ങ് പ്രശംസിച്ച് നിൽക്കുകയല്ലേ. എന്ത് മണ്ണാങ്കട്ട ഡിഗ്രി! കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ആ ആത്മീയ അനുഭവം ഒപ്പിയെടുക്കുക സഹോദരങ്ങളെ. ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ, വഴക്കുണ്ടാക്കുമ്പോൾ അവിടെ നിന്ന് ഓടിപ്പോവുക ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് അവരെ ഓടിച്ചിട്ട് തല്ലുമ്പോൾ അവർ ഓടി വേറെ സ്ഥലത്ത് പോയി പ്രസംഗിക്കുക ചെയ്യുന്നത്. ഇവിടെ തിരിഞ്ഞു നിൽക്കുക, ഇവിടെ നിയമം പറയുക, അവരെ നിയമം പഠിപ്പിക്കുക. യാതൊരു ദൈവകൃപയും ഇല്ലാത്തൊരു സമൂഹമായി നമ്മൾ അധപ്പതിച്ചു പോയി. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. പെന്തക്കോസിൻ്റെ ഉള്ളിലൊരു പെന്തക്കോസ് ഉണ്ടാകണം സ്വർഗത്ത് പോകണമെങ്കിൽ. അതിന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ മരിച്ച് അപ്പം തുറക്കി പ്രാർത്ഥന കഴിച്ചും വരണം. ചെറിയ ചെറിയ കൂട്ടങ്ങൾ ഭവനാന്തരീക്ഷങ്ങളിൽ എഴുന്നേറ്റ് വരട്ടെ. വലിയ വലിയ സഭകളിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കുഴിച്ചിടാനും കല്യാണം നടത്താനും ഒക്കെ നല്ലതാണ്. നല്ലതാണ്. കുഴിച്ചിടലും കല്യാണം നടക്കുമ്പോൾ സ്വർഗത്ത് പോകണമെങ്കിൽ ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചാൽ മതി. അതിനെ പത്യോപദേശം പഠിച്ചനുസരിക്കണം. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കി, ചെരുപ്പിട്ട് നമ്മൾ ഇവിടെ എല്ലാം പോകുന്നിടത്തെല്ലാം നമ്മൾ സമാധാനത്തിൻ്റെ വക്താക്കളായിരിക്കണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഗിരിപ്രഭാഷണത്തിലെ വാക്യമാ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നാം സമാധാനത്തിൻ്റെ വക്താക്കളാണ്. ഈ സമാധാനം നമുക്ക് എങ്ങനെ കിട്ടി? യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. കർത്താവിൽ നിന്ന് സമാധാനം പ്രാപിച്ചവരാണ് നമ്മൾ. ആ സമാധാനം പ്രാപിച്ച നമ്മൾ സമാധാനത്തിൻ്റെ വക്താക്കളായി തീരണം. നമ്മൾ അസമാധാനം ഉണ്ടാക്കുന്നവരായി തീരരുത്. അതതിൻ്റെ കാര്യം. എത്ര മലമേലുള്ള പ്രശ്നം മറിഞ്ഞു വന്നാലും സമാധാനത്തിൻ്റെ വക്താക്കൾക്ക് മാത്രമേ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. സദാം ഹുസൈൻ ശക്തിയോടെ നിൽക്കുന്ന സമയം കുവൈറ്റ് കിങ് അവർ ഓയിലെടുക്കുന്ന വിഷയത്തിൽ തർക്കമുണ്ടായി, വഴക്കുണ്ടായി. എൻ്റെ ഓയിലാണ്, ഞങ്ങളുടെ ഓയിലാണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ കുവൈറ്റ് കിങ് എടാ പട്ടി ഇറങ്ങി പോടാന്ന് പറഞ്ഞെന്നാ പറയുന്നത്. സദാമില്ല. സദാം മിഡിൽ ഈസ്റ്റിലെ രാജാവിനെ പോലെ കഴിയുന്ന നല്ല കാലമാണ്. ആ ദേഷ്യത്തിൽ പുള്ളി അങ്ങ് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ പുള്ളി എവിടെ വന്നിരുന്നു? കുവൈറ്റിൻ്റെ ഉള്ളിൽ അവരുടെ പട്ടാളം വന്ന് കയറിയിരുന്നു. ആ വാക്ക് സദാമിനെ ചൊടിപ്പിച്ചു. വലിയ പ്രശ്നം. അങ്ങനെയാണ് ഗൾഫ് ആദ്യമായിട്ട് പുകയാനിടയായത്. ഗൾഫ് രാജ്യം പ്രശ്ന കലുഷിതമായി തീരാനുണ്ടായ ഒരു കാരണം ഒരു വാക്കാണ് എന്ന് പറയുന്നു. യാക്കോബിനെ കുറിച്ച് എന്താ പറയുന്നു? നാവ് ഒരു തീയാണ്, നാവ് വിഷമാണ്. ഒരു ചെറിയ അവയവം തീ കത്തിക്കുന്നു പറഞ്ഞ പോലെ ആ കുവൈറ്റ് കിങ്ങിൻ്റെ നാവ് കത്തിച്ച തീയാണ് ഇറാഖുമായിട്ടുള്ള യുദ്ധം. കുവൈറ്റും ഇറാഖുമായിട്ടുള്ള അമേരിക്ക അവർക്ക് സപ്പോർട്ടായും മറ്റ് രാജ്യങ്ങൾ ചെയ്തിരുന്നു. എന്തോരം നഷ്ടമാണ് സംഭവിച്ചേ. കൊടിയ നാശം വിതയ്ക്കാനിടയായി. ഹല്ലേലൂയ. അതുപോലെ സമാധാനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ ഭക്തന്മാരെന്ന് പറയുന്നവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടല്ലേ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ പിന്നിൽ വേറെ ശക്തികളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യമരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിന് ചെരുപ്പായിരിക്കണം. നമ്മളൊരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം. ഒരു വിഷയം, രൂക്ഷമായൊരു പ്രശ്നം
പ്രശ്നം ഒരു വഴക്ക് നടക്കുന്നുണ്ടെങ്കിൽ സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സമാധാനപ്പെടും, നമുക്ക് എല്ലാത്തിനും പരിഹാരം, അങ്ങോട്ട് ഇങ്ങോട്ട് മാറ് എന്ന് പറഞ്ഞ് സമാധാനം ഉണ്ടാക്കണം. അവിടെ സമാധാന സുവിശേഷം കാലം ചെരുപ്പാക്കി സകല ദുഷ്ടൻ്റെ തീയുമ്പളെയും കെടുപ്പാൻ തക്കോളം വിശ്വാസം എന്ന പരിച. അപ്പം എല്ലാറ്റിനും മീരെ വിശ്വാസം എന്ന പരിച, കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ക്ഷീണിച്ചു പോകാത്ത വിശ്വാസം, തകർന്നു പോകാത്ത വിശ്വാസം. ഹല്ലേലൂയ. യാതൊരു നിലയിലും കോട്ടം സംഭവിക്കാത്തൊരു വിശ്വാസം, കരതീർന്ന വിശ്വാസം. അപ്പോസ്തലന്മാർക്ക് വിശ്വാസമില്ലായിരുന്നു. അവരെന്ത് പറഞ്ഞു കർത്താവിനോട്? ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, വിശ്വാസം വർദ്ധിപ്പിച്ചു കർത്താവെ, ആഴത്തിലുള്ള വിശ്വാസം തരണമേ. വിശ്വാസം എന്നതെന്താ ആശിക്കുന്നുള്ളൂ, ഇപ്പോൾ കാണാത്ത കാരണം നിശ്ചയമാവും. എബ്രായ ലേഖനം 11 എടുത്ത് പഠിക്കുക. വിശ്വാസത്താൽ 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 എത്ര പ്രാവശ്യമായി എഴുതിയിരിക്കുന്നത്. അത് അബ്രഹാമാണ് വിശ്വാസത്തിൻ്റെ പുത്രൻ. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. വാഗ്ദത്തം 75 വയസ്സിൽ ലഭിച്ചു. വാഗ്ദത്ത നിവൃത്തി 100 വയസ്സിൽ. വിശ്വാസത്താൽ ആ ഭക്തൻ ദീർഘക്ഷമയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. കുഞ്ഞ് ലഭിച്ചു. 33 വയസ്സായപ്പോൾ കൊള്ളത് കൊല്ലാൻ പറഞ്ഞു. അപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക. എന്താ വിശ്വസിച്ചത്? ഞാൻ അബ്രഹാമിനെ യാഗമാക്കി ചാരമായി കഴിഞ്ഞാൽ ആ ചാരത്തിൽ നിന്ന് ഇസഹാക്കിനെ ഉയർപ്പിച്ചു തരുവാൻ ശക്തിയുള്ള ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് അബ്രഹാം വിശ്വസിച്ചു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം എല്ലാറ്റിനും ഇത് വിശ്വാസം എന്ന പരിച. വിശ്വാസം കൃപാപരമായിട്ട് തരുന്നു എന്നൊന്ന് പൊരുത്തി ലേഖനം 14 പഠിപ്പിക്കും. വിശ്വാസം ഒരു കൃപാപരമാ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതിനു വേണ്ടി. എനിക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം, വലിയ വിശ്വാസം തരണം, അചഞ്ചലമായ വിശ്വാസം എനിക്ക് തരണം. കർത്താവിനോട് നിലകൊള്ളുവാൻ ഒരു വലിയ വിശ്വാസം എനിക്ക് തന്നേ മതി. വിശ്വാസത്താൽ കാൽച്ചുകൊണ്ട് മുമ്പോട്ട് വെക്കാൻ കൃപ തരണമേ. വിശ്വാസം ചോർന്നു പോകുന്ന അവസ്ഥകളുണ്ട് ദൈവമക്കളെ. ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. അപ്പോസ്തലന്മാർ അങ്ങനെ പ്രാർത്ഥിച്ചു, നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാറ്റിനും വലിയ വിശ്വാസം എന്ന പരിചയം. അടുത്ത് രക്ഷ എന്ന ശിരസ്ത്രവും. രക്ഷ ശിരസ്ത്രമായി തലയ്ക്ക് സേഫ്റ്റി ആയിരിക്കുന്ന പോലെ രക്ഷയാണ് സുരക്ഷിതം. യേശുക്രിസ്തുവിലുള്ള രക്ഷ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശുക്രിസ്തുവിലാണ് രക്ഷ, ആത്മരക്ഷ, ദേഹരക്ഷ. ഇപ്പൊ ദേഹരക്ഷ മതി, ആത്മരക്ഷ വേണ്ട. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് രക്ഷ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. യേശുവിൻ്റെ പാപത്തിനുള്ളിൽ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ രക്ഷയുടെ പ്രാരംഭ പടിയിലേക്ക് നടത്തുന്നത്. രക്ഷ എന്ന ശിരസ്ത്രം, ഹെൽമറ്റ് ധരിക്കുന്ന പോലെ രക്ഷ നമുക്കൊരു ഉറപ്പാണ്. ഇന്ന് ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ ഓടുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ലോകത്തുള്ള സകല മാനവജാതികളും രക്ഷയ്ക്ക് വേണ്ടി കിടന്ന് പരക്കം പായുക. എന്നാൽ ആരും രക്ഷയില്ല. ആ പത്രോസ് പറഞ്ഞ് മറ്റൊരുത്തലും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശുക്രിസ്തുവാണ് രക്ഷാ കേന്ദ്രബിന്ദു. രക്ഷ എന്ന ശിരസ്ത്രം, ഒരു ഹെൽമറ്റ് പോലെ രക്ഷയെ ധരിക്കുക. കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസത്താലുള്ള രക്ഷ നാം പ്രാപിച്ചവരാണെങ്കിൽ അത് രക്ഷയുടെ ഭദ്രത കർത്താവിൽ നമുക്ക്. രക്ഷ എന്ന ശിരസ്ത്രവും. അടുത്ത് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. ഭയങ്കര 2 ആയുധങ്ങളാണ് അടുത്ത് വരുത്ത ആയുധങ്ങൾ. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. ഒരു വിഷയത്തിനുള്ളിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ആത്മാവ് ഹൃദയത്തിൽ തരുന്ന വചനം എടുത്ത് ദൈവത്തോട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ആ വചനം എടുത്ത് പിശാചിനെതിരെ ശക്തമായി പ്രഹരിക്കുക. വചനമെന്ന വാളെടുത്ത് പിശാചിനെ വെട്ടുക. അവിശ്വാസം കൊണ്ടുവരുന്ന സാത്താനെ.
ദൈവത്തിൻ്റെ അകറ്റിക്കളയാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ പോരുകളെ വിശ്വാസത്തോടെ എടുത്ത് വെട്ടുക. വിശ്വാസമെന്ന എന്താ പറയുന്നത്? ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. വചനമെന്ന വാള്, വിശ്വാസമല്ല, ആ വചനമെന്ന വാള്. വിശ്വാസമെന്ന പരിച, വചനമെന്ന വാള്. രണ്ടും കൂടി ഒന്ന് വേർതിരിച്ച് പഠിക്കണം. വിശ്വാസം ഒരു പരിച, ശത്രു ആക്രമിക്കുമ്പോൾ അവിശ്വാസത്വം പരിചയം എടുത്തിങ്ങനെ പിശാചിനെതിരെ കാണിക്കുക. വചനമെന്ന വാള്, പരിച എടുത്ത് പിശാചിനെതിരെ കാണിക്കുകയും വചനമെന്ന വാളെടുത്ത് വെട്ടുകയും ചെയ്യണം. അത് ചുമ്മാ ഉള്ള വചനമല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനം. അത് ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ്. ആത്മാവ് ഉപദേശിക്കുന്ന വചനം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ പിശാചിൻ്റെ പോരാട്ടം ഉണ്ടെങ്കിൽ ആ പോരാട്ടത്തിനെതിരെ ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളെടുത്ത് വെട്ടുക. അപ്പോൾ ആ പിശാച് ഇവിടെ പരാജയപ്പെടും. നമ്മൾ ചുമ്മാ കിടന്ന് കുറേ ബഹളം വെച്ചാലൊന്നും ഓ പിശാചെ വാ പിശാച് എന്നും പറഞ്ഞ. ഇടയ്ക്കൊരു ഭർത്താവ് മരിച്ചു പോയൊരു സഹോദരി ശവം കൊണ്ട് വെച്ച് കുറേ സഹോദരന്മാരെയും കൂട്ടി വരുത്തി. എന്തോ ഒരു വലിയൊരു ദുഷ്കർമ്മമായിപ്പോയി അത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് പരിഹസിക്കുക ആൾക്കാർ. മരിച്ചു പോയെങ്കിൽ പ്രാർത്ഥനയോടെ കൊണ്ടുപോയി കുടിച്ചിടണ്ടേ? മരണാനന്തര ശുശ്രൂഷകളൊക്കെ ചെയ്ത് വിഷയമൊന്നുമില്ല, കുറേ വചനം പ്രസംഗിക്കുക, അത്രേ ഉള്ളൂ. അല്ല എന്താ? പ്രത്യാശയുടെ വചനം പറയുക. ഇതുവല്ലതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ ചുമ്മാ ഈ കിടന്ന് കളിക്കുന്നത്? മരിച്ചു പോയി ഉയർപ്പിക്കാൻ നോക്കുക. മാനസാന്തരപ്പെട്ട് പാപമോചനം പ്രാപിച്ച് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സ്വർഗരാജ്യം നിത്യരാജ്യം പ്രാപിക്കാനായിട്ട് വിശ്വാസത്തോടെ ആ വ്യക്തി മരിച്ചു പോയാൽ ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലെന്നേ. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധ വേർപാടിൽ ജീവിച്ച് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ച് ശുദ്ധീകരണം പ്രാപിച്ചു മരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കൊണ്ട് കുടിച്ചിട്ടോ. ഞാൻ അതിനെ ഉയർപ്പിച്ചെടുത്ത് പിന്നെ അത് കിടന്ന് പാപം ചെയ്ത് പണ്ടെടുത്തും പ്രാർത്ഥിച്ച് ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് 15 വർഷം കൂടി നീട്ടിക്കൊടുത്തു. ഹിസ്കിയാവെന്ന് വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് പഴയ നിയമത്തിലെ. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, മറുപടി കിട്ടി, നീട്ടിക്കൊടുത്തു. ആ 15 വർഷം കൊണ്ട് ഒരു പാപിനിയായ പാപം ചെയ്യുന്ന ഒരുത്തനെ ലോകത്തിന് സമ്മാനിച്ചു എന്നാണ് വേദപണ്ഡിതന്മാർ പറയും. ഞാനത് അങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ഒരു പാപം ചെയ്യുന്ന വ്യക്തിയെ ഉൽപ്പാദിപ്പിക്കാനിടയായി ആ 15 വർഷം കൊണ്ട്. ഇസ്രായേലിനെ കൊണ്ട് ഏറ്റവും വലിയ പാപം ചെയ്ത വ്യക്തി എന്നുള്ളൊരു പേര് അവന് റെക്കോർഡ് കിട്ടി. എന്താവശ്യം? ആ സമയത്തങ്ങ് പോയാൽ പോരെ? ഹല്ലേലൂയ. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യാശയോടെ മരിച്ചെങ്കിൽ കൊണ്ട് കുടിച്ചിട്ടേക്കുക. ആൾക്കാരുടെ മുമ്പിൽ ഈ വക കോപ്രായത്തങ്ങൾ കാണിച്ച് ദൈവനാമം ദുഷിക്കുന്ന ഇവരെക്കുറിച്ച് എന്തോ പറയാനാ? ഒന്നാമത് സഹോദരിമാർക്ക് ശുശ്രൂഷയില്ലെന്നുള്ളത് ആദ്യം പഠിക്കണം. അവരുടെ ഈ എടുത്തുചാട്ടങ്ങൾ, അവിടെ ഒരു പുരുഷനും ഇല്ല അവരെ കൺട്രോൾ ചെയ്യാൻ. അതാ എൻ്റെ കാര്യം. സഭയിലെ പാസ് പറയണം, ആൻറ്റി മരിച്ചതും മരിച്ച് നമുക്കൊണ്ടൊന്നും ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിന് ആർജമുള്ള ഒരുത്തനും ഇല്ല ഇവിടെ. അത് ചക്രത്തിന് വേണ്ടി കുമ്പിട്ട് നിൽക്കുകയാണ്. പിന്നെ എന്തു ചെയ്യും? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വളരെ വേദന ഉളവാക്കുന്ന കാര്യമാണ്. സത്യമരയ്ക്ക് കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സൂക്ഷിച്ച കാലം ചെരുപ്പാക്കി സകല ദുഷ്ടൻ്റെ ചെയ്യുമ്പോഴും കെടുപ്പാന്തക്കോണം വിശ്വാസം എന്ന പരിചയം രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും. ഇതൊത്തിരി സമയമെടുത്ത് പറയേണ്ടതാണ്, പെട്ടെന്ന് പറഞ്ഞു പോവുക. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള് ഏത് നേരത്തും നമുക്ക് പ്രയോഗിക്കാൻ പറ്റിയൊരു വാളാണ് ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാകുന്ന വാളുകൾ. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാകുന്ന വാള്. ഒരു വിഷയത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു വചനം ആ വിഷയത്തിന്മേലെടുത്ത് പ്രയോഗിക്കാനായിട്ട് നമുക്ക് തരും. അതാണ് ആ വിഷയത്തിന്മേൽ നിൽക്കുന്ന പോരാട്ട ശക്തികൾക്കെതിരെ പ്രഹരിക്കാനുള്ള വാള്. ആത്മാവ് ഉപദേശിക്കുന്ന വചനം, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. ഈ വാളിൻ്റെ മുറിവേറ്റാൽ മാത്രമേ പിശാച് പിൻവാങ്ങുകയുള്ളൂ. അല്ലാതെ നമ്മളിടത്ത് ശാസിച്ചാൽ നമ്മുടെ പല്ല് ഒഴിഞ്ഞു പോകുന്നല്ലാതെ ദന്തിസ്റ്റിനുണ്ടെങ്കിൽ കാശ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള് പ്രാർത്ഥിച്ചു വരുമ്പോൾ കർത്താവ് തരും. അതൊരു ആയുധമാണ്. വിശ്വാസം ഒരു പരിചയമാണ്. ആത്മാവ് ഉപദേശിക്കുന്ന വചനമാകുന്ന വാള് അത് ശത്രുവിനെതിരെ പ്രഹരിക്കുന്ന ഒരു പ്രഹരശേഷിയുള്ളൊരു വാളാണ്.
അക്ഷരിക വാളല്ല, ആത്മീകമായൊരു വാള്. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും. അടുത്ത്, ഏത് നേരത്തും സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. ആത്മാവിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഇല്ലാത്ത പിന്നെ ഇങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്? രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാംശം പ്രാപിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, അതാണ് ആത്മാവിൻ്റെ പ്രാർത്ഥന. റോമലേഖനം 8 എടുത്താട്ട്, റോമർ 8, ആത്മാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ പൗലോസ് പഠിപ്പിക്കുന്ന ഭാഗം നമുക്കൊന്ന് പഠിക്കാം. റോമർ 8 അവണ്ണം 26 വാക്യം മുതൽ 8-26. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ വിലയിൽ നിൽക്കുന്നു. വേണ്ടുവോളം പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവവിധ പ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക, ഇതാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ വ്യവസ്ഥ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ച് കുഴഞ്ഞു പോകും നമ്മൾ. ഒരു വിഷയം ദൈവസേനയിൽ ഏൽപ്പിച്ചിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുക. അത് നമുക്കോ മറ്റുള്ളവർക്കോ മനസ്സിലാകുന്നില്ല, മനസ്സിലാകേണ്ടവനറിയാം. ഇന്ന് ദൈവസഭയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട ഉപദേശങ്ങളാണ് ഇതൊക്കെ. അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയിൽ നിന്ന് പോയപ്പോൾ തന്നെ സഭയ്ക്ക് ഉപദേശം ഇല്ലാതെയായി. സങ്കീർത്തനം, പാട്ടും പാടും നൃത്തവും ഒക്കെ കയറി വന്നിരിക്കുക സഭയിൽ. നൃത്തം നടക്കുക, ഡാൻസ് നടക്കുക, കൊര, ചിരി, ശർദൽ, ആവശ്യമില്ലാത്തത് മുഴുവൻ സാത്താൻ തിരികെ കയറ്റിയിട്ടിരിക്കുക. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് സഭ മടങ്ങി വരട്ടെ. അപ്പോസ്റ്റൽ കം ബാക്ക് ടു അപ്പോസ്റ്റൽ ഡോക്ട്രിൻ. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് സഭ മടങ്ങി വരണം. മടങ്ങി വന്ന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. ധരിച്ച് പിശാചിനോട് യുദ്ധം ചെയ്യണം. അല്ലാതെ ഒരു പരിപാടി നടക്കില്ല.